തുടർന്ന് ചില മിനിറ്റുകൾ ദൈവശബ്ദം കർത്താവ് നമ്മുടെ മേൽ കേൾപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ നടുവിൽ ഇന്ന് രാത്രി സംസാരിപ്പാൻ എല്ലാ മക്കളും ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ആദരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ തുറന്ന് ആരംഭത്തിൽ ഒരു വാക്യം വായിക്കാം. ജോഷുവയുടെ പുസ്തകം 21 അധ്യായം അതിൻ്റെ 45 വാക്യം ഒരാൾ പരസ്യമായി വായിക്കും. ജോഷുവയുടെ പുസ്തകം 21 അധ്യായം 45 വാക്യം. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലതും നിവർത്തിയായി. എല്ലാ കണ്ണുകളും ദൈവസന്നി അടച്ച് ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട ദൈവവചനത്തെ ഓർത്ത് അധരങ്ങളെ തുറന്ന ദൈവ കുഞ്ഞുങ്ങൾ സ്തോത്രം പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനെ ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തുന്നു. ദൈവ വചനത്തിനായി സ്തോത്രം, ദൈവ മക്കൾക്കായി സ്തോത്രം, കർത്താവിൻ്റെ ശ്രേഷ്ഠന്മാരായ ദാസന്മാർക്കായി സ്തോത്രം. ഞങ്ങളുടെ നാവിൻ്റെ തുമ്പിൽ ഇന്ന് രാത്രി ദൈവ വചനം വച്ച് തരണം. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ നടുവിൽ ശക്തമായി സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ദൈവസഭയ്ക്കും കുടുംബങ്ങൾക്കൊരു അനുഗ്രഹമാക്കി ദൈവം തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ശുശ്രൂഷയുടെ മുഴുവകത്വം ഇന്ന് രാത്രി സ്വർഗം ഏറ്റെടുക്കണമേ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയി അവരുടെ പിതാവ് ഈ ആലയത്തോട് ചേർന്ന് കർത്താവെ വിശ്രമിക്കുകയാണ്. തൻ്റെ ദാസൻ്റെ കർത്താവ് ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ തനിക്കും ഒരു വലിയ വിടുതൽ അനുഭവിപ്പാൻ സ്വർഗം സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷകൾക്കെതിരായി വ്യാപരിക്കുന്ന എല്ലാ പോരുകളെ ഇന്ന് രാത്രി ഞങ്ങൾ ശാസിച്ച് ജയമെടുക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിൽ മറക്കാൻ കഴിയാത്ത വിടുതൽ ഈ രാത്രി സ്വർഗം പകരുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കേൾക്കണമേ പിതാവേ, ആമേൻ. നമ്മുടെ കരമുയർത്തി ഒന്നിച്ച് ദൈവത്തെ മഹിമപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയും ദൈവസാന്നിധ്യവും നിറഞ്ഞിരിക്കുന്ന അതിമനോഹരമായ മീറ്റിങ്ങിനെ ഓർത്ത് ഞാൻ ചാരിതാർത്ഥം കൊള്ളുന്നു. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൻ്റെ ലീഡ് ചെയ്ത ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പാസ്റ്റർ രാജേഷ് അവറുകൾ, അദ്ദേഹം എന്നെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ലാത്ത വിഷയങ്ങളൊക്കെ ദൈവദാസനിലൂടെ ഓർപ്പിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണുവാൻ ദൈവം നൽകിയത് തന്നെ ഞാൻ ചാരിതാർത്ഥം കൊള്ളുന്നു. കർത്താവിൻ്റെ ദാസനുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. അതുപോലെ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയി അവറുകൾ കർത്താവിൻ്റെ ദാസനുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഓർപ്പിക്കുമായിരുന്നു. നാളത്തേക്കാണ് എനിക്ക് ഡേറ്റ് തന്നത്, ഞാൻ കൊടുത്തിരുന്നതും. സ്തോത്രം. ഓർക്കാതെ നാളെ കൊല്ലം ചർച്ച് ഗാർഡിലേക്ക് ആയതുകൊണ്ട് ഇടയ്ക്ക് വീണ്ടും വിളിച്ച് ഞാൻ തിരുത്തി വെള്ളിയാഴ്ച എനിക്ക് തരാനായി. സ്തോത്രം. എങ്കിലും ദൈവദാസൻ കാണിച്ച നല്ല മനസ്സിനോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന പാസ്റ്റർ ഫ്രാൻസിസ് അവറുകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ സ്റ്റാൻലി അവറുകൾ, കർത്താവിൻ്റെ ദാസന്മാരായ ശ്രേഷ്ഠന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഞാൻ ക്രിസ്തുവിൽ ഏറ്റവും അധികമായി എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി സ്നേഹിക്കുന്ന പാസ്റ്ററാണ് പാസ്റ്റർ മണി അവറുകളും. അദ്ദേഹത്തിൻ്റെ സഭയിൽ നിരന്തരമായി വർഷങ്ങൾക്കുണ്ട്, ഓർമ്മയില്ല വർഷം എന്നാണെന്ന്. അത്ര അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ തോന്നുന്നു 36 വർഷത്തോളം ഈ പ്രിയ പാസ്റ്റർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട്. ഞാനും ഒരു വർഷം കൂടെ കൂടി പറയാം, 36 കഴിഞ്ഞു സ്തോത്രം ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിലെ ആ നിലവാരത്തിൽ വരെ ശുശ്രൂഷ ഇറങ്ങിയപ്പോൾ കർത്താവിൻ്റെ ദാസൻ എന്നെ വിളിക്കുകയും കൊറ്റാമത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിരവധി അനവധി യോഗങ്ങളിൽ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ശ്രേഷ്ഠന്മാരെ ദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു. സുവാർത്ത ചർച്ച് അതിൻ്റെ എല്ലാ ടീം അംഗങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. നിശ്ചയമായി നമ്മുടെ കർത്താവ് ഇവിടെ നടക്കുന്ന ഈ മീറ്റിങ്ങിൻ്റെ ഞങ്ങൾ ഇന്ന് കുടുംബമായിട്ടാണ് വന്നത്. സാധാരണ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ എല്ലായിടത്തും പോകാൻ സമയം കിട്ടത്തില്ല. എങ്കിലും ഇന്ന് ഞങ്ങളുടെ ചർച്ചിലെ പ്രോഗ്രാം പകൽ സെക്ഷൻ കഴിഞ്ഞിട്ട് ഒരുമിച്ച്
കൂടുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കി. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട തിരുവഴുത്ത് ഇന്ന് രാത്രി വായിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ നടുവിൽ ഈ രാത്രി സംസാരിപ്പാൻ വളരെ ആത്മാർത്ഥമായി ദൈവസന്നി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഞാൻ എവിടെ ശുശ്രൂഷിച്ചാലും എൻ്റെ 1-2 അനുഭവങ്ങൾ സൂചിപ്പിച്ചിട്ടേ ഞാൻ വായിച്ച വാക്യത്തിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. ഞാൻ സത്യത്തിൽ ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 25 വർഷങ്ങളായി താമസിക്കുന്നത് തിരുവനന്തപുരം നാലാഞ്ചിറയ്ക്കടുത്തും മണ്ണന്തല മരുതൂർ എന്ന സ്ഥലത്താണ്. ശുശ്രൂഷയും താമസമാണെങ്കിലും ഞാൻ ജനിച്ചതൊക്കെ കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ദൈവദാസന്മാർക്കൊക്കെ ആ സ്ഥലം അറിയാം. കോട്ടൂർ അഗസ്ത്യാർകുടവുമായി ബന്ധമുള്ള ഒരു വനമേഖലയിലാണ് ഞാൻ ജനിച്ചത്. സ്തോത്രം. എൻ്റെ അപ്പൻ ഒരു ലൂതറൻ സഭയുടെ അച്ഛനായി അന്നൊരു ഇവാഞ്ചലിക്കായിട്ട് കോട്ടൂർ എന്ന് പറയുന്ന ആ കാട്ടും പ്രദേശം തിരഞ്ഞെടുത്തിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്നേക്ക് 75 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടൂർ എന്ന് പറയുന്ന ആ വനമേഖലയിൽ ശുശ്രൂഷയ്ക്കായി പോയതാണ്. അവിടെ തന്നെ താമസമായി, അവിടെ തന്നെ ശുശ്രൂഷകൾ ചെയ്തു. ഞങ്ങൾ 6 മക്കളും ആ വനത്തിൻ്റെ അകത്തെന്ന് തന്നെ പറയാം, കാട്ടിനകത്ത് ജനിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. തിരുവനന്തപുരത്താണ് താമസിക്കുന്നുവെങ്കിലും എൻ്റെ പേര് ഇന്നും കോട്ടൂർ എന്നാണ്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ ആ രാജ്യത്തെല്ലാം കോട്ടൂർ ഒരിടത്തും അറിയപ്പെടില്ല. എന്നിൽ കൂടെ കോട്ടൂർ അറിയപ്പെട്ടു. ഇപ്പോൾ കോട്ടൂർ വന്യമൃഗ സംരക്ഷണം ബയോളജി പാർക്ക് വന്നിട്ട് പോലും ആർക്കും അറിഞ്ഞൂടാ. നെയ്യാടാൻ അറിയാം, കോട്ടൂർ അറിഞ്ഞൂടാ. പിന്നെ ഇപ്പം അരിക്കൊമ്പനെ കാപ്പുകാട് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. സ്വത്രം പറഞ്ഞു. അപ്പം അതിലൂടെ കാപ്പുകാട് അറിയും. സ്വത്രം ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും ഞാൻ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ നിങ്ങൾ താമസം തിരുവനന്തപുരത്താണെങ്കിലും തിരുവനന്തപുരം ജോയിക്കുട്ടി എന്ന് വെച്ചാൽ കുറച്ചുകൂടി വെയിറ്റ് കിട്ടുമല്ലോ. ഈ വെയിറ്റ് തന്നെ ചോക്കാൻ വയ്യ. സ്വത്രം പറയും. സ്വത്രം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം ആ ഒരു തരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. വളരെ വേദനയിലൂടെയും വളരെ കഷ്ടതയിലൂടെയും വളരെ നിങ്ങൾക്കറിയാം, കാട്ടും പ്രദേശത്തൊക്കെ ഒരു മനുഷ്യൻ ജനിച്ച് വളർന്നു വരണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ആ ഭാഗത്തൊന്നും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് എന്നെ അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ച് കഴിഞ്ഞ 36 വർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ സഭയുടെ പാസ്റ്ററാണ്. തിരക്കിട്ട ശുശ്രൂഷകൾ വർദ്ധിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ദൈവദാസന്മാർ ദൂത് വരെ പറഞ്ഞു, നിങ്ങളുടെ ഇത്തിരി തിരക്കായതുകൊണ്ട് സഭയുടെ ശുശ്രൂഷ വിട്ടിട്ട് പൊതു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ദൈവദാസന്മാർ ദൂത് പറഞ്ഞിട്ടും ദൈവം എന്നെ അന്ന് വിളിച്ചിറക്കിയപ്പോഴേ സഭയുടെ ഇടയ ശുശ്രൂഷ ചെയ്തുകൊണ്ട് കർത്താവ് അയക്കുന്നിടത്ത് പോകാൻ പറഞ്ഞതുകൊണ്ട് ഇന്ന് വരെയും അത് വിടാതെ. കാര്യം സഭാ ശുശ്രൂഷ ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് മാത്രമേ ആത്മദാഹം ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം പറയാമോ? അപ്പോൾ ആ ഒരു ദാഹത്തോടു കൂടെ നിൽപ്പാൻ ദൈവം എനിക്ക് ഈ ദിവസങ്ങളിൽ ഭാഗ്യമൊരുക്കി. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജോയ് പാസ്റ്ററോടുള്ള എല്ലാ സ്നേഹത്തെ അറിയിക്കുന്നു. ഞാൻ ഒരിക്കൽ മറ്റൊരു പ്രോഗ്രാം ഞങ്ങൾ കുറച്ച് പാസ്റ്റേഴ്സൊക്കെ ഒരുമിച്ച് കൂടാൻ നേരത്ത് ഒന്ന് വേറൊരു സ്ഥലത്ത് വെച്ചായിരുന്നു. ഇതേവഴി പോകുമ്പോൾ ഇവിടെ ഇറങ്ങി ജോയ് പാസ്റ്റർ പപ്പയെ ഒന്ന് കണ്ട് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. ഏറിയ വർഷങ്ങൾ വത്സല പിതാവ് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷകൾ ഈ ദേശത്ത് ചെയ്ത് വാർദ്ധക്യമായ കർത്താവിൻ്റെ ദാസൻ കിടക്കിലാണ്. ദൈവം നിശ്ചയമായി കർത്താവിൻ്റെ ദാസൻ ഇത്രത്തോളം ഒക്കെ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. താൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ തലമുറകൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് കേൾക്കുവാനും കാണുവാനൊക്കെ തനിക്ക് ഭാഗ്യം ലഭിച്ചതോർത്തു ഞാൻ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കരമുയർത്തി കർത്താവിനൊന്ന് മഹിമപ്പെടുത്താമോ? വളരെ ചുരുക്കം ദൈവത്തിൻ്റെ മക്കളാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നുവെങ്കിലും ഈ ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണ സമയങ്ങളിലൊക്കെ 10,000-കണക്കിന് ആൾക്കാർ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം കേൾക്കുവാൻ തടിച്ചു കൂടിയെങ്കിലും യേശു പറഞ്ഞൊരു പദമുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടുന്നുവോ അവിടെ ഞാൻ കടന്നു വരാം എന്നല്ല, അവിടെ ഞാൻ ഉണ്ടെന്നാണ്. ഈ പഴയ നിയമത്തിലും 2 പേര് ആരാധിച്ചുകൊണ്ട്, പഴയ നിയമത്തിൽ 2 പേര് ആരാധിച്ച ചരിത്രമുണ്ട്. അവിടെ ആരാധനയ്ക്ക് പ്രത്യേകതയുണ്ട്. 2 പേര് ആരാധിച്ചു. ആരെന്ന് പറയാമോ? ഞാൻ ഇടയ്ക്ക് ഈ ചോദ്യങ്ങളെ ചോദിക്കുമ്പോഴേക്ക് പിന്നെ കുറേ സമയം എനിക്ക് മിണ്ടാൻ നിൽക്കാൻ പറ്റി തോന്നുന്നു. 2 പേര് ആരാധിച്ചു. അബ്രഹാം, ഇസഹാക്ക്, 2 പേര്. അതിനു മുമ്പ് 2 പേര് ആരാധിച്ചു.
ഹയ്യനും ഹാബേലും സ്തോത്രം ചെയ്തു. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. മുഖവരിയായിട്ട് അബ്രഹാം ഇസഹാക്കും ആരാധിച്ചു. ഇവർ രണ്ടുപേരുടെ ആരാധനയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. അബ്രഹാമിൻ്റെ ആരാധന എന്ന് പറയുന്നത് അനുസരണമുള്ള ആരാധന. എങ്ങനത്തെ ആരാധന? തലേ ദിവസം രാത്രി ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിനെ ഞാൻ കാണിപ്പാനിരിക്കുന്ന മോറിയ മലയിൽ കൊണ്ടുപോയി യാഗമർപ്പിക്കാൻ പറഞ്ഞു. പറഞ്ഞ ഉടനെ അനുസരിച്ചു. 3 ദിവസം വിറകും ഒക്കെ ചുമന്നുകൊണ്ട് യാത്ര പുറപ്പെട്ടു. 3-ാം ദിവസമാണ് മോറിയ മല കണ്ടത്. എന്നിട്ട് ആ 3-ാം ദിവസം മോറിയ മല കണ്ടപ്പോൾ ഇസഹാക്കും അബ്രഹാമും കൂടെ മോറിയ മല കയറി. മോറിയ മലയുടെ ഉയരത്തിൽ ചെന്നിട്ട് യാഗപീഠങ്ങളൊക്കെ പണിത് തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ കയ്യും കാലും അപ്പൻ കൂട്ടിക്കെട്ടിയപ്പോൾ യാഗത്തിന് വേണ്ടി മകൻ സമർപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ ആരാധന സ്വത്രം അനുസരണമുള്ള ആരാധന, രണ്ടാമത്തെ ആരാധന സമർപ്പണമുള്ള ആരാധന. അനുസരണവും സമർപ്പണവും ഒന്നിച്ചു കൂടിയപ്പോൾ 3-ാമത്തെ ആട്ടിൻകുട്ടി ദൈവം അവർക്ക് വേണ്ടി കരുതി വച്ചിരുന്നു. വിശ്വസിക്കുന്ന മക്കൾ സ്തോത്രം പറയാമോ? എവിടെയൊക്കെ ദൈവത്തിന് അങ്ങനെ വലിയ ആൽപ്പരിപ്പമൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല, ആരാധിക്കുന്ന മക്കൾ, പ്രാർത്ഥിക്കുന്ന മക്കൾ, ദൈവത്തെ സ്തുതിക്കുന്ന മക്കൾ എവിടെയൊക്കെ ഉണ്ടോ അവരെ നടുവിൽ 3-ാമത്തെ ഒന്ന് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ആ കരമൊന്നടിച്ച് ദൈവത്തിന് ചേർന്ന് ഒന്നിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ ആരംഭത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്, ഇവിടെ വളരെ ചുരുക്കം ദൈവത്തിന്റെ മക്കളാണെങ്കിലും ഈ മീറ്റിംഗ് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത വിടുതൽ, ചിന്തിപ്പാൻ കഴിയാത്ത വിടുതലുകൾ ദൈവാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആയുസ്സിൽ മറക്കാൻ കഴിയാത്ത ചില വിടുതലുകൾ സ്വർഗം ഇതിനകത്ത് ഇറങ്ങി ചെയ്യുന്ന ഒരു രാത്രിയാ. ആമേൻ. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: യഹോവയായ ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോട് അരുളി ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥാവാകാതെ ദൈവം നിറവേറ്റി. എത്ര മക്കൾ വിശ്വസിക്കുന്നു? ദൈവം എന്നോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ ഒന്നും പാഴായി പോകാതെ ഇന്ന് രാത്രി എൻ്റെ കണ്ണ് അടയും മുമ്പായി ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിറവേറി വരും എന്ന് എത്ര മക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി ദൂത് പറയുന്നു, നിങ്ങളുടെ കണ്ണടയും മുമ്പേ ചില വാഗ്ദത്തങ്ങൾ കാണാതെ മരണത്തിന് പോലും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലതും നിറവേറ്റി. എന്താണ് വാഗ്ദത്തം? സത്യത്തിൽ എനിക്ക് ഈ പ്രസംഗത്തെക്കാളും പ്രവചനത്തെക്കാളും ഒരു കാലഘട്ടത്ത് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച ഒന്നാണ് വാഗ്ദത്തം. ഉപയോഗിക്കുന്ന ദൈവമക്കൾക്കും ഇന്ന് ഈ വാക്യം വായിച്ചപ്പോഴേ നിങ്ങളുടെ ആത്മീക സന്തോഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് എന്നോട് എന്തെങ്കിലും പാസ്റ്റർ വാഗ്ദത്തം പറഞ്ഞു വെച്ചേ പോകും. ആ ഒരു സന്തോഷമാണ് നിങ്ങളുടെ മുഖത്ത് കാണുന്നത്. പ്രസംഗത്തെക്കാൾ ആൾക്കാർ കേൾക്കാൻ വാഗ്ദത്തമാണ്, പ്രവചനം കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമില്ല. ഈ പ്രവചനം എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തോളണം, ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതും കഴിഞ്ഞ കാലം വന്നതും, ഇതാണ് പ്രവചനം അല്ലേ? അപ്പൊ ഈ കഴിഞ്ഞ കാലം വന്നതും സംഭവിച്ചതും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നത് ചേർത്ത് മൂന്നും കൂടെ ചേർത്ത് പറയുന്ന വാക്കാണ് പ്രവചനം. പക്ഷെ അത് കേൾക്കാൻ സ്വതന്ത്രം ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. കാര്യം അറിയാമോ? കഴിഞ്ഞ കാലം സംഭവിച്ച വല്ല കുറവ് വല്ല വെളിപ്പെടുത്തിയാല അല്ലേല് പറഞ്ഞാട്ടെ അല്ലേ?
ഈ കന്യകാലം നമ്മുടെ സംഭവിച്ച കുറവുകളൊക്കെ ചില പ്രവാചകർ വെളിപ്പെടുത്തിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പ്രവചനം കേൾക്കാൻ ഇന്ന് ആളുകൾക്ക് ഇഷ്ടമില്ല. ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രസംഗം കേൾക്കാൻ ഇഷ്ടമില്ല. പ്രസംഗം ഒന്ന് കേൾക്കുമ്പോഴേ ഒരല്ലേ പറഞ്ഞാട്ടെ, നമുക്കിന്ന് പ്രസംഗിക്കാനെന്ന ഒരു കല്യാണ വീട്ടിൽ ചെന്ന് പ്രസംഗിക്കാൻ അവസരം തരുമോ? നമ്മൾ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ആൾക്കാർ അപ്പുറത്ത് തിന്നുകൊണ്ടിരിക്കും. അല്ലേല് പറഞ്ഞാട്ടെ, ഒരു നല്ല വിവാഹം നടത്താൻ അനുവദിക്കില്ല. ഇനി മരണസമയത്ത് നല്ല ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചിട്ട് അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിച്ചിട്ട് അവന് നല്ല ഒരു ശവസംസ്കാര ശുശ്രൂഷ കിട്ടിയില്ലെങ്കിൽ അലസിപ്പോകുന്ന പിണ്ടവന്നു. അപ്പൊ ഈ വാക്യത്തെ ആശുപത്രിമാക്കി ഒരാൾ മരിച്ചാൽ ഞങ്ങൾ നല്ലവണ്ണം ശുശ്രൂഷിക്കും, വചനവും പറയും. വചനം പറയാൻ തുടങ്ങുമ്പോഴേ അമ്മാച്ച വന്ന് ചെവി പറയും, മഴ പറഞ്ഞ് എടുത്തോണ്ട് പോയി ഇവിടെ സ്വത്രം പറഞ്ഞാട്ടെ, ഇത്രയും വേഗം കൊണ്ട് അടക്കാൻ അല്ലേലും പറഞ്ഞാട്ടെ. അപ്പൊ ഒരു മരണസമയത്ത് പ്രസംഗിക്കാൻ അവസരമില്ല. സ്തോത്രം അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ആൾക്കാർക്ക് ഇന്ന് എന്ത് ഇഷ്ടമല്ല, പ്രസംഗം ഇഷ്ടം. പക്ഷെ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഇട്ടതാ വാസ്റ്റ ഞാൻ പിടിച്ചോടുന്നത് വാഗ്ദത്തം. സ്വത്രം പറഞ്ഞാട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ എനിക്കൊരു കാലത്ത് അങ്ങനെ ആഗ്രഹമായിരുന്നു, ഈ വാഗ്ദത്തം എന്ന് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം എന്നറിയാമോ? വാഗ്ദത്തം എന്ന് പറയുമ്പോൾ ദൈവം നന്മ തരാം, അനുഗ്രഹം തരാം, ഉയർച്ച തരാം, വീട് തരാം, ധനം തരാം, മാനം തരാം, പുരാതന സമ്പത്ത് തരാം, ഇങ്ങനെയൊക്കെ തരാം എന്ന് ദൈവം നമ്മളോട് പറയുന്നതാണ് വാഗ്ദത്തമെന്ന് ഞാൻ ഒരിക്കൽ പണ്ട് വിശ്വസിച്ചു. അതല്ല വാഗ്ദത്തം. നമ്മുടെ ദൈവം എന്തെങ്കിലും വാഗ്ദത്തം തരാമെന്ന് പറഞ്ഞാരെയും വിളിച്ചിട്ടില്ല. ധനവും മാനവും പുരാതന സമ്പത്തും തരാം എന്ന് പറഞ്ഞ് ദൈവം ആരെയും വിളിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് ദൈവം ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജോയ് പാസ്റ്റർ സഭയെ മാസം തോറും ഇടിച്ചങ്ങോട്ട് നീട്ടണം. ഒരു അല്ലേലേ പറഞ്ഞാട്ടെ. പിന്നെ അങ്ങനെ വാഗ്ദത്തം പറയുന്ന ആളുകളുണ്ട്, സൈക്കിളിൽ ഇന്നോവയെ പോകാമെന്ന് അല്ലേല് പറഞ്ഞാട്ടെ. എന്തോന്നില്ല വരാ, സൈക്കിളിൽ വന്നാൽ മതി എന്ന് ഇന്നോവയിൽ പോകാം. അങ്ങനെ വാഗ്ദത്തം പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് പാസ്റ്റേഴ്സ് ഉണ്ട്. എനിക്കറിയാം, ഇത് ലൈവ് ആണെങ്കിൽ അവർ കൂടെ കേട്ടോട്ടെ അല്ലേല് പറഞ്ഞാട്ടെ, അല്ലേ? ഓത്രം